ഓർക്കിഡ് ലവേഴ്സിന് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഈ വാൻഡ ഓർക്കിഡ്സ്. ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും വളരെ നന്നായിട്ട് വളർത്താൻ പറ്റും. ഈ ഓർക്കിഡ്സ് സാധാരണ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് വളർത്തുന്നത്. ചിലവരിത് പോട്ടി മിക്സിലും വളർത്താറുണ്ട്. ഈ പ്ലാന്റ്സിന് മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഏരിയൽ റൂട്ട്സ്. ഇതിന് ഒരുപാട് ഏരിയൽ റൂട്ട്സ് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ലീഫ് നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീവ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ്, ഇതിന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും, വാടാതെ നിൽക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു മരത്തിൽ ഇതിൻ്റെ ഷെയ്ഡിൽ ഹാങ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് വളർത്തുന്നത്. നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ഓർക്കിഡ്സ്. അതുകൊണ്ട് തന്നെ വാട്ടറിങ് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡെയിലി നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് നമുക്ക് സാധാരണഗതിയിൽ സ്പ്രെയർ യൂസ് ചെയ്ത് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അത് മോർണിംഗ് ആണ് ഏറ്റവും നല്ലൊരു ടൈം. പിന്നെ നമ്മൾ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ 2 നേരം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഏരിയൽ റൂട്ട്സിലും ലീവ്സിലും, ഫ്ലവറിൽ തട്ടണമെന്നില്ല, ബാക്കി ഏരിയൽ റൂട്ട്സിലും ലീവ്സിലും ഒക്കെ തട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് വാട്ടർ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഫെർട്ടിലൈസിങ് ആണ്. ഫെർട്ടിലൈസിങ് എന്ന് പറയുമ്പോൾ വീക്കിലി വൺസ് നമുക്കൊരു 19 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് അത് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വീക്കിലി വൺസ് നമുക്ക് ഈ ഫെർട്ടിലൈസേഷൻ തുടരാം. നമുക്ക് ഇൻഡോർ ആയിട്ട് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റേൺ അല്ലെങ്കിൽ സദേൺ സൈഡുള്ള വിൻഡോ, അതിനോട് ചേർന്നാണ് നമ്മളിത് ഹാങ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. മന്ത്ലി വൺസ് നമുക്ക് പെസ്റ്റിസൈഡ്, ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത്, ഞാൻ ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്നത് അക്ട്ര എന്നുള്ള പെസ്റ്റിസൈഡാണ്. അതൊരു 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മന്ത്ലി വൺസ് നമുക്ക് സാഫ് ഫംഗിസൈഡ്, അത് നമുക്ക് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നന്നായി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.